രാഗിണി രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി തവ തനുവിൽ മധുരവുമാ തവ തനുവിൽ മധുരവുമാ ഇതളിടും പൂക്കൾ നൽകൂ നീ രാഗിണി രാഗരൂപിണി. എല്ലാവർക്കും തന്നെ വിനീത നമസ്കാരം. നമ്മൾ ഇന്ന് ഹംസധ്വനി എന്ന് പറയുന്ന രാഗത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഹംസധ്വനി എന്ന് പറയുന്ന രാഗം 29ാം മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണം അല്ലെങ്കിൽ ശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ഹംസധ്വനി. അതുപോലെ തന്നെ 5 സ്വരങ്ങളാണ് ആരോഹണത്തിൽ അവരോഹണത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഔഢവരാഗമാണ്. ഷഡ്ജം, ചതുർശ്ശൂർ ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, അതുപോലെ തന്നെ കാക്കലി നിഷാദം, ഷഡ്ജം. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. ഇതിന് ഹിന്ദുസ്ഥാനിയിൽ ഹംസധ്വനി തന്നെയുള്ള പേരാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ രാഗം സർവകാലിക രാഗമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പാടാം. പക്ഷേ കൂടുതലും ഭക്തിരസം, അതുപോലെ സന്തോഷം, ഈ വക വിഷയങ്ങളാണ് കൂടുതലും ഈ രാഗം നമ്മൾ കേൾക്കുക ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെങ്കിൽ ഈ രാഗത്തിൻ്റെ ഹംസധ്വനി എന്ന് പറയുന്ന രാഗം വളരെ പോപ്പുലറാണ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിലേറ്റവും പോപ്പുലറായിരിക്കുന്ന ഒരു കൃതിയാണ് വാതാബി. വാതാബി ഗണപതി വാതാബി വാതാബി ഗണപതിം ഭജേ ഹം വാതാബി ഗണപതിം ഭജേ ഹം വാതാബി. ഇങ്ങനൊരു കീർത്തനമാണ് വളരെ പോപ്പുലറായിട്ട് മുത്തുസ്വാമി ദീക്ഷിതരുടെ കീർത്തനമാണ്. ഇത് ഇത്രയും പ്രചാരത്തിലെത്താനുള്ള ഒരുപാട് സംഗീതജ്ഞരുടെ കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം എന്താ പറയുക സ്വന്തമായിരിക്കുന്ന ഒരു ഗാനഗന്ധർവൻ ശ്രീ ദാസാറും പെടും. അതുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാസാറിൻ്റെ മിക്ക കച്ചേരികളും സ്റ്റാർട്ട് ചെയ്യുന്നത് വാതാബി വെച്ചിട്ടാണ്. ചെമ്പൈ സ്വാമികളുടെ മിക്ക കച്ചേരികളും സ്റ്റാർട്ട് ചെയ്യുന്നത് വാതാബി വെച്ചാണ്. അതുപോലെ തന്നെ ഈ പലരുടെയും എസ്പെഷ്യലി ബാലമുരളീകൃഷ്ണ സാറിൻ്റെയും പലതിലും വാതാബി കഴിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാതാബി ഇത്ര പോപ്പുലറാകാൻ ഒരു കാരണം ഇവരുടെ ഈ ഇത്രയും വലിയ വലിയ പ്രഗത്ഭമതികളായിരിക്കുന്ന ആൾക്കാരുടെ പാട്ട് അവർ കൂടുതൽ അവരുടെ കച്ചേരിയിൽ പാടുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വിശ്വാസം തെറ്റാണോ എന്നുള്ളത് അറിയില്ല, അതെൻ്റെ വിശ്വാസം മാത്രമാണ്. പിന്നെ ഇനിയും അനേകം രാഗങ്ങളും അനേകം കീർത്തനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായി ആരോഹണം അവരോഹണം തന്നെ സരി ഗ പനി സാ സാനി പഗരി സാ സരി ഗ പനി സാ സാനി പഗരി സാ സരി ഗ പനി സാ സാനി പഗരി സാ. ഇങ്ങനെ പോകുന്നതിൻ്റെ ആരോഹണ അവരോഹണത്തിൻ്റെ സ്ട്രക്ചർ ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഉല്ലാസം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ വരാൻ വഴിയുണ്ട്. ഇനി ഇതുപോലെ ഇനി രാഗത്തിൻ്റെ രാഗാലാപനം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പാടി നോക്കാം. തദരിന തദരിന തദരീന തദരീന ദദരീ നരരി ആ रे रे रे
ആ പണ്ട് എൻ്റെ ഒരു നല്ല ചെറുപ്പകാലത്ത് ഞാൻ ആലോചിക്കുക, തരങ്കിണിയുടെ ഒരു കാസറ്റിൽ ഒരു കാസറ്റ്, അതായത് ഒരു ഫുൾ കാസറ്റ്, അന്നത്തെ കാലത്ത് കാസറ്റ് 45 മിനിറ്റ് 60 മിനിറ്റ് എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ 60 മിനിറ്റിൻ്റെ ഒരു കാസറ്റിൽ ഈ ദസാറ് തരങ്കിണിയിലത്തെ ഒരു അന്നത്തെ ഒരു പ്രോഗ്രാമായിട്ട് ഒരു കാസറ്റിൽ ഫുള്ള് വാതാപി, അതായത് രാഗാലാപനം, മധ്യമകാലം, അതുപോലെ അതിനുശേഷം പിന്നെ ദ്രുതകാലത്തിലുള്ള സഞ്ചാര പ്രയോഗങ്ങൾ, അതിനുശേഷം പിന്നെ കീർത്തനം, എല്ലാ പ്ലാനുകളും ഉപയോഗിച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ നിലവിൽ വളരെ വലിയൊരു രീതിയിൽ നിലവിൽ പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ കാൽപ്പനിക സ്വരങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ മതിയാവുന്നത് വരെ കേൾക്കാനായിട്ടുള്ള, ഒരു മടുപ്പില്ലാതെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാൽപ്പനിക സ്വര പ്രയോഗങ്ങളെല്ലാം കൂടി വലിയൊരു കണക്കിൽ ചേർത്തിട്ടുള്ള, അതിപ്പോഴും നമുക്ക് നെറ്റിലൊക്കെ കാണാൻ വഴിയുണ്ട്. പക്ഷെ എന്തായാലും അങ്ങനൊരു ഓർമ്മ എൻ്റെ എനിക്ക് ആദ്യം തന്നെ വരികയാണ്. ഗംഭീരമായിരിക്കുന്ന ഒരു കാസറ്റായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് അത് CD വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണത്. ഇനി ഇതുപോലെ ഇതിൽ നിലവിൽ കുറച്ച് കീർത്തനങ്ങളുണ്ട്. നമുക്ക് ആ കീർത്തനങ്ങളൊന്ന് നമുക്ക് നോക്കാം. രഘുനായക നീ പാദയുഗ, രഘുനായക നീ പാദയുഗ, രാജീവമുലനെ ബീഡജാല ശ്രീ, രഘുനായക നീ പാദയുഗ, രാജീവമുലനെ ബീഡജാല ശ്രീ, രഘുനായക. ഇതിൽ പിന്നെയും പ്ലാൻസ് ഉണ്ട്, പക്ഷെ ഫുള്ള് പാടണില്ല, ഞാനൊരു ബ്രീഫായിരുന്നു. പിന്നെ വിനായക, രഘുനായക എന്നുള്ളത് ത്യാഗരാജസ്വാമികളുടെ കീർത്തനാണ്. വീണ കൂപ്പയ്യർ, വാഗേയകാരൻ വീണ കൂപ്പയ്യർ സ്വാമികളുടെ ഒരു കീർത്തനമാണ്. വിനായക നിന്നു വിനാ ബ്രോച്ചുടകു, വിനായക നിന്നു വിനാ ബ്രോച്ചുടകു, വേയേരവരുര വിഘ്നകരാജ വിനായക. സൂപ്പർ കീർത്തനം. അത് ഞാനൊക്കെ ആദ്യമായിട്ട് ഹംസധ്വനി പഠിച്ചിട്ടുള്ളത് ഈ വിനായക വെച്ചിട്ടാണ്. ഇതിപ്പോൾ പിന്നീട് ഞാനത് വളരെ ഭംഗിയായിട്ട് കേട്ടുള്ള ശൂലമംഗലം സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു 2 മേഡം അവരിരുന്ന് പാടുന്ന, അതായത് അവരുടെ CD-യിലാണ് പിന്നെ കണ്ടിട്ടുള്ളത്. ഇത്രയും നല്ലത്. ഇനി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, വാദാപി ഗണപതിം ഭജേഹം, വാദാപി ഗണപതിം ഭജേ. അത് തന്നെ വാദാപി ഗണപതിം ഭജേ എന്നുള്ളത് തന്നെ ഒരു 5 പ്ലാൻ ഉണ്ട്. പിന്നെ വാരണാസ്യം വരപ്രദം ശ്രീവാരണാസ്യം വരപ്രദം ശ്രീ, അത് തന്നെ വീണ്ടും ഒരു 4 പ്ലാൻ ഉണ്ട്. അങ്ങനെ 5ഉം 4ഉം 9 പ്ലാൻ വെച്ചിട്ടാണ് പല്ലവിൻ്റെ തീരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും എന്നുള്ളത്. ഒരു തവണ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് രാഗം സ്വരക്ക് കീർത്തനായിട്ട് കച്ചേരികൾ ആദ്യമായിട്ട് പാടിയിട്ടുള്ള ഒരു രാഗം കൂടിയാണ് ഹംസധ്വനി. അതുപോലെ തന്നെ ഒരു തവണ 1 മണിക്കൂറിൻ്റെ ഒരു കച്ചേരി കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണെന്നുകൊണ്ട് ഓർമ്മയില്ല. ഈ വാദാവി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞ് നിൽക്കുന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അഭീഷ്ടവരദ എന്നിട്ട് ഒരു കീർത്തനുണ്ട്. പിന്നെ നമാമി വിഘ്ന വിനായകം എന്ന് പറഞ്ഞൊരു കീർത്തനുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റ് പല രാഗങ്ങളിലും സ്വാധീനിച്ച പോലെ തന്നെ സിനിമാ പാട്ടുകൾ, അതായത് ഫിലിം സോങ്സിൽ ഈ രാഗത്തിനും ഭയങ്കര ഒരു മേൽക്കൈയുണ്ട്.
അത് മറ്റേ നമ്മൾ ഇന്നാൾ മോഹനം പറഞ്ഞപ്പോൾ നമുക്കത് ഫീൽ ചെയ്തു. അതുപോലെ എന്താ പറയുക, വേറൊരു രാഗം പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് മറ്റേ ശ്രീരാഗാണ് എന്തോ. അപ്പോൾ ഇതുപോലെ തന്നെ വളരെയധികം മേൽക്കൈ സിനിമാ സോങ്സിൽ, സിനിമാ ഗാനങ്ങളിലുള്ളൊരു രാഗം കൂടിയാണ് ഹംസത്ത്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയുകയാണ്, കാണുന്നവർ സബ്സ്ക്രിപ്ഷൻ, ബെല്ലൈക്കൺ, ഷെയറിങ്, കമൻറ്റ് ഇതൊക്കെ എഴുതി അനുഗ്രഹിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും. ഓക്കെ. 1990 ക്ഷണക്കത്ത് എന്ന് പറയുന്ന ഫിലിമിനകത്ത് ശരത് സാറിൻ്റെ സംഗീതത്തിൽ കൈതപ്രം ദാമോദരൻ തിരുമേനിയുടെ വരികൾക്ക് ദാസാർ പാടിയിട്ടുള്ള അതിമനോഹരമായിരിക്കുന്നൊരു ഗാനം, അതുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. രാഗം മധുമയമാം രാഗം ലാളനമായി നിരാമയമാം പരാഗണമാം. 1991 വീണ്ടും ശരത് സാറിൻ്റെ സംഗീതത്തിൽ PK ഗോപി സാറിൻ്റെ വരികൾക്ക് ഒറ്റയാൾ പട്ടാളം എന്നുള്ള ഫിലിമിനകത്ത് വേണുഗോപാൽ ചേട്ടനും രാധിക തിലക്കും കൂടി പാടിയിട്ടുള്ള ഒരു ഗാനം. മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവുപോൽ വരൂ വരൂ മായാമഞ്ചലിൽ. ഗംഭീരപാട്ടാണ്. ഇന്നും കല്യാണത്തിൻ്റെ ഇവൻ മാനേജ്മെൻറ്റിലൊക്കെ ഞങ്ങൾ വയലിൻ വായിക്കുന്ന ഒരു പാട്ട് കൂടിയിട്ടാണ്. നല്ല റെസ്പോൺസ് കിട്ടുന്നൊരു പാട്ടാണ്. ഈ കളിയിൽ അല്പം കാര്യം എന്നുള്ള ഫിലിമിനകത്ത് 1984 സത്യനന്ദിക്കാട് സാറിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാസ്റ്റർ അതിമനോഹരമായിരിക്കുന്ന സംഗീതത്തിന് ഒരു ഗാനം ദാസാർ പാടിയിട്ടുള്ളതാണ്. അത് മോഹൻലാലേട്ടനൊക്കെ അടിപൊളിയായിട്ട് അത് അഭിനയിച്ചുള്ളൊരു സിനിമ, പഴയ സിനിമ. മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ. അതുപോലെ താരാട്ട് എന്ന് പറയുന്ന ഫിലിമിന് 1981 ഭരണിക്കാവ് ശിവകുമാർ എന്ന് പറയുന്ന സാറിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാഷ് സംഗീതം ചെയ്തിട്ടുള്ള ദാസാറും ജാനകിയമ്മയും കൂടി പാടി അടിപൊളിയൊരു ഗാനം. രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ ഓ ചൂടും ആത്മാവിൻ ഭാവങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ. ഓ എന്താ പാട്ട്! അതിൽ ഈ കർണാടക സംഗീതത്തിന് ചേരാൻ പറ്റാത്ത ഒരു ഗഡശിങ്കാരി പോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ടും ടും എന്നുള്ള ശബ്ദം കൂടി ഉണ്ടെന്നുള്ളതാണ് സത്യം. എന്നിട്ട് ആ പാട്ടിന് ഒരു വിരസം അന്ന് ഈ ചലച്ചിത്ര ഗാനങ്ങൾ വയ്ക്കുമ്പോൾ ഇതില്ല, ഈ വക പാട്ടുകളില്ലാത്ത ഒരു ചലച്ചിത്ര ഗാനം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. പൂച്ചൽ ഖാദർ സാറിൻ്റെ വരികൾക്ക് കഥ ഇതുവരെ എന്ന് പറയുന്ന ഫിലിമിനകത്ത് ജോൺസൺ മാഷ് സംഗീതം ചെയ്തിട്ട് ദാസാറും ചിത്ര ചേച്ചിയും കൂടി പാടിയിട്ടുള്ള മറ്റൊരു ഗാനം. രാഗിണി രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി തവതനുവിൽ മധുരവുമാ തവതനുവിൽ മധുരവുമാ ഇതളിടും പൂക്കൾ നൽകൂ നീ രാഗിണി രാഗരൂപിണി. ഭയങ്കര ഒരു കമ്പോസിഷൻ. അതായത് നോട്ട്സ് അവിടെ നിന്ന് ഇവിടുത്തെ ഇട്ട് പറക്കിയെടുത്തിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. ജോൺസൺ മാഷ പാട്ടുകളാണ്. പിന്നെ 1978 ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അതിമനോഹരമായിരിക്കുന്ന ഒരു ദേവ്യസ്തുതിക്ക് സലിൽ ചൗധരി സംഗീതം ചെയ്തിട്ടുള്ള ഏതോ ഒരു സ്വപ്നത്തിൽ അതിമനോഹരമായിരിക്കുന്നൊരു ഗാനം.
ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ അടിയൻ തൂമി ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി. ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ. ഭയങ്കര ഒരു കമ്പോസിഷനായിട്ട്. പിന്നെ ഈ 1991 ഭരതം എന്നുള്ള ഫിലിമിനകത്ത് കൈതപ്ര ദാമോദരൻ തിരുമേനിയുടെ വരികൾക്ക് രവീന്ദ്രമാഷ് സംഗീതം ചെയ്തിട്ടുള്ള ഒരു കീർത്തനം പോലത്തെ ഒരു പാട്ട്, പക്ക ഒരു കീർത്തനം പോലത്തെ ഒരു പാട്ട്. അത് ശ്രീവിനായകം നമാമ്യഹം എന്നിട്ടൊരു, അതായത് ഈ മറ്റേ മെയിൻ ഗായകനായിരിക്കുന്ന നെടുമുടി വേണു സാറിന് പാടാൻ പറ്റാണ്ട് വരുമ്പോൾ ലാലേട്ടൻ അത് എടുത്തിട്ട് പാടുന്ന ഒരു ഭാഗം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഞാൻ പറയുമ്പോൾ തന്നെ. അപ്പം അതിനകത്ത് ഞാനത് വിചാരിച്ചത് വാതാപിയൊക്കെ പോലെ ഏതെങ്കിലും വേറെ വാഗ്ഗേയകാരന്മാരുടെ ഒരു പാട്ടായിരിക്കും, അത് ഒരു കീർത്തനമായിരിക്കും എന്ന് വിചാരിച്ചത്. സ്വരങ്ങളൊക്കെ അസലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പം അത് ശ്രീവിനായകം നമാമ്യഹം ദയാനിധിം ശുഭവരദ ശ്രീവിനായകം നമാമ്യഹം നമാമ്യഹം. ഇത് പലപ്പോഴും ഞങ്ങളുടെ ഭക്തിഗാനമേളയിലൊക്കെ ഞാൻ പാടാറുണ്ട്. ഓക്കെ. പിന്നെ 1984 ഒന്നാണ് നമ്മൾ എന്ന് പറയുന്ന വീണ്ടും ഒരു മോഹൻലാൽ ലാലേട്ടൻ ഫിലിമാണ്. അതിനകത്ത് ബിച്ചു തിരുമല സാറിൻ്റെ അതിമനോഹരമായിരിക്കുന്ന വരികൾക്ക് ഇളയരാജ സംവിധാനം ചെയ്തു. അതൊരു വേറൊരു വെറൈറ്റിയാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇളമാനോ, വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇളമാനോ, ഓലഞ്ഞാലിക്കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടുമയിലോ. അടിപൊളി, സൂപ്പർ, വേറൊരു വെറൈറ്റി. അതിനകത്തും ഗഡശിങ്കാരി യൂസ് ചെയ്യുന്നുണ്ട്. ടും 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 എന്ന് പറയുന്നൊരു ടോണായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗഡശിങ്കാരി എന്നാണ് ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര്. എന്തായാലും അതൊരു ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലം കേട്ടും ഇനിയും കേൾക്കും. നമ്മൾ മരണമില്ലാത്ത പാട്ടുകളത്, പ്രത്യേകിച്ച് ഹംസധ്വനിയിലത്തെ പാട്ടുകൾ. 1985 മുല്ലനഴി മാഷ്ടെ വരികൾക്ക് ജി ദേവരാജ മാഷ് സംഗീതത്തിൽ അതിമനോഹരമായിരിക്കുന്നൊരു ഗാനം വെള്ളം എന്ന് പറയുന്നതിൽ, ഈ പുതിയ വെള്ളമല്ല പഴയ വെള്ളമാണ് സിനിമയിൽ ദാസാറാണ് പാടിയിട്ടുള്ളത്. ദാസാർ അതൊരു ചിന്തിപ്പിക്കുന്നൊരു പാട്ടാണ്. ഇങ്ങനൊരു കമ്പോസിഷൻ ഹംസധ്വനിയിൽ ചെയ്യുമ്പോൾ, അല്ല ഹംസധ്വനിയിൽ ഇങ്ങനൊരു ഈ ടൈപ്പ് ഒരു നോട്ട്സിൻ്റെ കോമ്പിനേഷൻ വരുമെന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്നൊരു പാട്ടാണ്. സൗരയൂഥ പഥത്തിലെങ്ങോ സംഗമപ്പൂവിരിഞ്ഞു, മേഘദൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമായി നിറഞ്ഞു. സൗരയൂഥ പഥത്തിലെങ്ങോ സംഗമപ്പൂവിരിഞ്ഞു. എന്താ അത്, വേറൊരു ടൈപ്പാണ് ആ പാട്ടിൻ്റെ ഒരു കമ്പോസിഷൻ, നോട്ട് കോമ്പിനേഷൻസ്. ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ 1975 ഹലോ ഡാർലിംഗ് എന്ന് പറയുന്ന ഫിലിമിനകത്ത് വയലാർ രാമവർമ്മ സാറിൻ്റെ വരികൾക്ക് MK അർജുന മാഷ് സംഗീതം ചെയ്തിട്ടുള്ള ദാസാർ പാട്ട് അതിമനോഹരമായിരിക്കുന്ന മറ്റൊരു ഗാനം. അനുരാഗമേ അനുരാഗമേ മധുര മധുരമാനുരാഗമേ, ആദ്യത്തെ സ്വരത്തിൽ നിന്നാദ്യത്തെ പൂവിൽ നിൻ അമൃതുമായി നീയുണർന്നു. യുഗപരിണാമങ്ങളിലൂടെ നീ യുഗ്മഗാന
ഗാനമായി വിടർന്നു അനുരാഗമേ അനുരാഗമേ. ഒറ്റ ശ്വാസത്തിൽ എടുക്കാൻ നോക്കിയതാണ്, തിരക്കേട്ടില്ല അല്ലേ? 2006 ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ അതിമനോഹരമായിരിക്കുന്ന വരികൾക്ക് രവീന്ദ്രമാഷ് സംഗീതം ചെയ്തിട്ടുള്ള വടക്കുന്നാഥൻ എന്ന് പറയുന്ന ഫിലിമിനകത്ത് മറ്റൊരു ഭീകരമായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഗാനം പാടിയിരിക്കുന്നത് മഞ്ചരി, സിന്ധു പ്രേംകുമാർ, അതുപോലെ രവീന്ദ്ര സാറും ഒരു വരി പാടുന്നുണ്ട് അതിനകത്ത്, രവീന്ദ്രമാഷ്. പാഹി പരം പൊരുളേ ശിവ ശിവനാമ ജപപ്പൊരുളേ വരവർണിനി ശുഭകാമിനി ഉമതൻ പതിയേ. അങ്ങനെ ഒരു പാട്ട്, നല്ല വട്ടിപ്പൊളിക്കാണ്, നല്ല ഒരു ശിവസ്തുതിയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് കുറച്ച് പാട്ടുകളും കേട്ടു, കുറച്ച് രാഗവിസ്താരം കേട്ടു, കുറച്ച് കീർത്തനങ്ങളൊക്കെ കേട്ടുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒരു മടിയും കാണിക്കണം.